ഹലോ ഗൈസ്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കറി മധുരക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ഈ മധുരക്കിഴങ്ങ് കറി ആദ്യമായിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ. ഇതുവരെ ഞാൻ മധുരക്കിഴങ്ങ് കറിയായിട്ട് ഉപയോഗിച്ചിട്ട് കഴിച്ചിട്ടില്ല ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ചായക്ക് പുഴുങ്ങിയിട്ട് കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ പുഴുങ്ങിയിട്ടാണ് ചായക്ക് കഴിക്കാറ്. എങ്കിൽ കൂടി ചമ്മന്തി കൂട്ടി കഴിക്കാനല്ലാതെ കണ്ട് ഒരു കറിയായിട്ട് ചോറിലേക്ക് ഒഴിച്ച് കറിയായിട്ട് കഴിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ മധുരക്കിഴങ്ങ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ആൾ പറഞ്ഞു ഇതുകൊണ്ട് ഇങ്ങനൊരു കറി ഉണ്ടാക്കാൻ പറ്റും, ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തയ്യാറാക്കിയ കറിയാണ് കേട്ടോ. സാധാരണ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് വെളുത്ത മധുരക്കിഴങ്ങും ചുവന്ന മധുരക്കിഴങ്ങും, 2 തരം മധുരക്കിഴങ്ങാണ് കണ്ടിട്ടുള്ളത്. അതിൽ ചുവന്ന മധുരക്കിഴങ്ങാണ് കൂടുതൽ മധുരമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് ഇന്ന് വെള്ള മധുരക്കിഴങ്ങാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെളുത്ത മധുരക്കിഴങ്ങിലാണ് നമ്മുടെ ഈ കറി തയ്യാറാക്കുന്നത്. ഞാനതിന് വേണ്ടിയിട്ട് ഒരു 4 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നന്നായിട്ട് മണ്ണുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ തോലൊക്കെ നമുക്ക് ഇങ്ങനെ ചീന്തി കളയണം. അപ്പോൾ ഞാൻ കത്തിച്ച് ഞാൻ തോലൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് വെള്ളത്തിലേക്ക് അത് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ പുഴുക്കൊക്കെ തയ്യാറാക്കുമ്പോൾ കൊത്തി കട്ട് ചെയ്യില്ല, അതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് വീടുകളിലൊക്കെ പണ്ടൊക്കെ കുറേ പറമ്പൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ മധുരക്കിഴങ്ങ് വള്ളികളൊക്കെ നട്ടിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് വീട്ടിലൊക്കെ അത്യാവശ്യം കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറവ് സ്ഥലമുള്ള കാരണം കൊണ്ട് മധുരക്കിഴങ്ങൊക്കെ വീട്ടിൽ നടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കൊത്തിയെടുത്താൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കറിലാണ് ഇട്ട് വേവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു 1-2 വിസിൽ വന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. ഞാൻ ചെറിയ ഉള്ളിക്ക് പകരം ഞാൻ എടുത്തിരിക്കുന്നത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ കുക്കറിൽ നമ്മൾ വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് വിസലൊക്കെ വന്നിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് എരിവിനായിട്ട് നമുക്ക് പച്ചമുളക് അല്ല ചേർക്കുന്നത്, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചെടുക്കില്ലേ, ചതച്ചെടുത്ത മുളക്, അങ്ങനെ കുത്തുപൊടി, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മൂത്ത് വരുന്ന ആ ടൈമിൽ നമുക്ക് ഈ മധുരക്കിഴങ്ങ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറി ഇതുവരെ ട്രൈ ചെയ്യാത്തവർ, അതുപോലെ തന്നെ ഈ കറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങ് നമുക്ക് പുഴുങ്ങി കഴിക്കാൻ മാത്രമല്ല, ഇതുപോലെ ചോറിലേക്ക് കഴിക്കാനായിട്ടുള്ളൊരു നല്ലൊരു കറിയായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കറിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ കേട്ടോ. ടാറ്റാ.